അരയൻകാവിൽ മധ്യവയസ്കയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മകൻ കസ്റ്റഡിയിൽ. അരയൻകാവ് വെളുത്താൻകുന്ന് അരയ്ക്കപ്പറമ്പിൽ ചന്ദ്രിക 58 ആണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയെ നിരന്തരം മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്ന മകൻ അഭിജിത്തിനെ മുളന്തുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മകൻ ലഹരിക്ക് അടിമയാണെന്നാണ് വിവരം. ചന്ദ്രിക മരിച്ചതായി മകൻ ഇന്നു രാവിലെയാണ് അയൽക്കാരെ അറിയിക്കുന്നത്. അയൽക്കാർ വന്ന് നോക്കുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. സാരിയിൽ തൂങ്ങിയാണ് മരിച്ചതെന്നും താനാണ് താഴെ എടുത്ത് കെടുത്തിയതെന്നുമായിരുന്നു മകന്റെ വിശദീകരണം. പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ തുടങ്ങി. മകൻ കൊലപ്പെടുത്തിയതാകാനാണ് സാധ്യതയെന്നും മൃതദേഹത്തിന്റെ കിടപ്പ് കണ്ടിട്ട് തൂങ്ങിമരിച്ചതാകാൻ സാധ്യതയില്ലെന്ന ആരോപണങ്ങളുമായി നാട്ടുകാരും ഇതിനിടെ രംഗത്തെത്തി. മകൻ മർദ്ദിക്കുന്നതിന് ദൃക്സാക്ഷികളുണ്ടെന്നും പലപ്പോഴും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. അമ്മയെന്ന പരിഗണന പോലും ഇല്ലാതെയാണ് ചന്ദ്രികയെ ഉപദ്രവിച്ചിരുന്നതെന്ന് പഞ്ചായത്ത് വാർഡംഗം ഉമാദേവി സോമൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 1-2 തവണ പോലീസ് വന്നിരുന്നു. കഴിഞ്ഞ ദിവസവും മകൻ തന്നെ ഉപദ്രവിക്കുന്നുവെന്നും ഒന്ന് ഉപദേശിക്കണമെന്നും പറഞ്ഞ് ചന്ദ്രിക വിളിച്ചിരുന്നുവെന്ന് ഉമാദേവി വ്യക്തമാക്കി. എന്നാൽ വീട്ടിലെത്തി വിളിച്ചെങ്കിലും അഭിജിത്ത് പുറത്തേക്ക് വന്നില്ലെന്നും അവർ പറഞ്ഞു. 2 മാസം മുമ്പ് അമ്മയുടെ കഴുത്തിൽ വാക്കത്തിലെച്ച് ഭീഷണിപ്പെടുത്തിയതിന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നുവെന്നും അന്ന് കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിരുന്നുവെന്നും വിവരമുണ്ട്. മകൻ തന്നെ കൊല്ലുമെന്ന ചന്ദ്രിക പേടിച്ചിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടുതന്നെ പലപ്പോഴും അടുത്തുള്ള ബന്ധുവീടുകളിലാണ് ഇവർ രാത്രി ഉറങ്ങിയിരുന്നത്. ചന്ദ്രികയുടെ ഭർത്താവ് അംബുജാക്ഷൻ ഏതാനും വർഷം മുൻപ് അപകടത്തിൽ മരിച്ചിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചത് എന്നാണ് പോലീസ് വൃത്തം പറയുന്നത്. തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാവും മുന്നോട്ടുള്ള നടപടിക്രമങ്ങളെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കി. തിരുവനന്തപുരം മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണം നൽകാനാകാത്തതിൽ മനം നൊന്ത് പത്തനംതിട്ട നാറാൻമൊഴി സെന്റ് ജോസഫ് UP സ്കൂളിലെ UPST അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവം അത്യന്തം വേദനാജനകമാണെന്നും സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കർശന നിർദ്ദേശം നൽകിയെന്നും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി മരിച്ചാളിന്റെ പിതാവുമായി സംസാരിച്ചു. നടപടികൾക്ക് കാലതാമസം നേരിട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഗുരുതരമായ വീഴ്ചയാണ്, ഒരു തരത്തിലും വച്ചുപൊറുപ്പിക്കാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു. നേരത്തെ നിയമനം സംബന്ധിച്ച വിഷയം ശ്രദ്ധയിൽ വന്ന ഉടൻ തന്നെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകും. ഇനിയൊരിക്കലും ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ തുടർ നടപടികൾ ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. അത്തിക്കയം വടക്കേ ചെരുവിൽ VT ഷിജോയെയാണ് ഞായറാഴ്ച വൈകിട്ട് മുങ്ങാമ്പാറ വനത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷിജോയുടെ മകന് ഈറോഡിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ശരിയായിരുന്നു. ഇതിന് ആവശ്യമായ പണം നൽകാൻ കഴിയാതെ വന്നതോടെയാണ് ഷിജോ ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ പറയുന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ത്യാഗരാജന്റെ മകനാണ് ഷിജോ. ഷിജോയുടെ ഭാര്യ ലേഖ രവീന്ദ്രൻ 12 വർഷമായി നാറാൻമൊഴിയിലെ എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിരുന്നു. എന്നാൽ ഇവർക്ക് ശമ്പളം ലഭിച്ചിരുന്നില്ല. ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് മുൻകാല പ്രാബല്യത്തോടെ ശമ്പള കുടിശ്ശിക നൽകാൻ ഉത്തരവിട്ടിരുന്നു. എന്നിട്ടും DEO ഓഫീസിൽ നിന്ന് ശമ്പളരേഖകൾ ശരിയാകാത്തതിനെ തുടർന്ന് ഇവർ വകുപ്പ് മന്ത്രിയെ പലതവണ സമീപിച്ചു. തുടർന്ന് ശമ്പളം നൽകാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രേഖകൾ ശരിയാക്കി നൽകാൻ നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന് തയ്യാറായില്ല. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി DEO ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം മകന്റെ കോളേജ് പ്രവേശനം മുടങ്ങിയതോടെ ഷിജോ ജീവനൊടുക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. വിവാദ പ്രസ്താവനയിൽ അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച ML മുകേഷ് MLA. അടൂർ പറഞ്ഞതൊക്കെയും നല്ല ഉദ്ദേശത്തോടെയാണെന്ന് മുകേഷ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് മോശം ഉദ്ദേശത്തോടെ ആയിരിക്കില്ല. ഒരു ഇന്റർവ്യൂ നടത്തി ആവശ്യമെങ്കിൽ 3 മാസത്തെ ക്ലാസ് കൊടുക്കണം. അദ്ദേഹം ഉദ്ദേശിച്ചതും അതായിരിക്കാം. സ്ത്രീകളിൽ തന്നെ സംവിധാനം അറിഞ്ഞുകൂടാത്ത ആളുകളാണെങ്കിൽ 3 മാസത്തെ ട്രെയിനിങ് കൊടുത്ത് സംവിധാനം ചെയ്താൽ കുറെ കൂടി നന്നാകും. അതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും അങ്ങനെ വേണമെന്നല്ല പറയുന്നത്. ഒരു ഇന്റർവ്യൂ കൊടുത്താൽ അറിയാൻ സാധിക്കുമല്ലോ. കഴിവുണ്ടെങ്കിൽ ചെയ്യട്ടെ. പട്ടികജാതിയിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം. ചലച്ചിത്ര കോർപ്പറേഷൻ വെറുതെ പണം നൽകരുതെന്നും 1.5 കോടി നൽകിയത് വളരെ കൂടുതലാണെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു എന്ന് മന്ത്രിയും പറഞ്ഞു.
ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച സുപ്രീം കോടതി നടപടിക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. 2020 ഗാൽവാൻ സംഭവത്തിന് ശേഷം എല്ലാ ദേശസ്നേഹികളായ ഇന്ത്യക്കാരും ചൈനയെക്കുറിച്ച് ഉത്തരം തേടിയിട്ടുണ്ടെന്നും എന്നാൽ നുണ പറഞ്ഞും ന്യായീകരിച്ചുമാണ് കഴിഞ്ഞ 5 വർഷമായി മോദി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചത്. ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈനക്കാർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്നാണ് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത്. ആരോപണം തെളിയിക്കുന്ന വിശ്വസനീയമായ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നും സുപ്രീം കോടതി ചോദിച്ചിരുന്നു. എന്നാൽ നിഷേധിക്കുക, ശ്രദ്ധ തിരിക്കുക, നുണം പറയുക, ന്യായീകരിക്കുക എന്ന നയത്തിലൂടെയാണ് മോദി സർക്കാർ സത്യം മറച്ചുവെച്ചത് എന്നായിരുന്നു ജയറാം രമേശ് തുറന്നടിച്ചത്. 2020 ജൂൺ 19 ഗാൽവാനിൽ രാജ്യത്തിനു വേണ്ടി നമ്മുടെ സൈനികർ വീരമൃത്യു വരിച്ചതിന് 4 ദിവസം ശേഷം നാ കോയി ഹമാരി സീമാ മേ ഘുസ് ആയാ ഹെ, നാ കോയി ഘുസാ ഹുവാ ഹെ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മോദി എന്തിനാണ് ചൈനയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയത്? 2024 ഒക്ടോബർ 21 സൈനികരെ പിൻവലിക്കൽ കരാർ പ്രകാരം പഴയ അവസ്ഥയിലേക്ക് അത് രാജ്യത്തെ കൊണ്ടുപോകുന്നുണ്ടോ? ഡെപ്സാങ്ങിലെ 900 ചതുരശ്ര കിലോമീറ്റർ ഉൾപ്പെടെ കിഴക്കൻ ലഡാക്കിലെ 1000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈനീസ് നിയന്ത്രണത്തിലായത് 2020 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ലേ? കിഴക്കൻ ലഡാക്കിലെ 66 പാട്രോളിംഗ് പോയിന്റുകളിൽ 26 എണ്ണത്തിലേക്കും ഇന്ത്യക്ക് പ്രവേശനം നഷ്ടപ്പെട്ടെന്ന LASP റിപ്പോർട്ട് സമർപ്പിച്ചില്ലേ? 1962 ശേഷം ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രാദേശിക തിരിച്ചടിക്ക് മോദി സർക്കാർ ഉത്തരവാദിയാണല്ലേ ജയറാം രമേശ് തുറന്നടിച്ചത്. കൊടിസുനി ഉൾപ്പെടെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൈവിളങ്ക് വയ്ക്കാനും എസ്കോർട്ടിന് മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും തീരുമാനം. മാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ പൂർത്തിയാകാനുള്ളതിനാൽ കൊടിസുനി അടക്കമുള്ള പ്രതികളെ വീണ്ടും തലശ്ശേരി കോടതിയിൽ ഹാജരാക്കേണ്ടിവരും. ആ സാഹചര്യത്തിൽ CPOമാർക്ക് പകരം ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥരെ എസ്കോർട്ടിന് നിയോഗിക്കാനാണ് പുതിയ തീരുമാനം. സാധാരണ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കൈവിളങ്ക് വെക്കാറില്ലെങ്കിലും കൊടിസുനിക്കും സംഘത്തിനും ഇനി ആ ഇളവുണ്ടാകില്ല. കോടതിയിലേക്കും തിരിച്ചുമുള്ള യാത്രയിലും അതിനിടയ്ക്കും നിരീക്ഷണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെയും നിയോഗിക്കും. ചട്ടം ലംഘിച്ചുള്ള മദ്യപാനത്തിന് പ്രതികൾക്കെതിരെ കേസെടുക്കുന്നതിനെക്കുറിച്ചും പോലീസ് ആലോചിക്കുന്നുണ്ട്. കൊടിസുനിക്കും സംഘത്തിനും മദ്യപാനത്തിന് ആദ്യമായിട്ടല്ല അവസരമൊരുക്കിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. അതിനിടെ കൊടിസുനിക്ക് ഇനി പരോൾ അനുവദിക്കില്ലെന്ന് ജയിൽ ഉപദേശക സമിതി അംഗം P. ജയരാജൻ പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ പരസ്യമായി മദ്യപിച്ച സംഭവത്തിൽ നടപടി സ്വീകരിച്ചുവെന്നും സ്പീക്കർ AN ഷംസീർ പ്രതികരിച്ചു. ജയിലിന് പുറത്താണ് മദ്യപാനം നടന്നത്. ജയിലിനകത്ത് നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞു. ഫോണും ജയിലിനുള്ളിൽ ഉപയോഗിച്ചതായി കണ്ടെത്തിയില്ല. ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചവർക്കും കൂട്ടുനിന്നവർക്കുമെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും ഷംസീർ പറഞ്ഞു. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം അതേ ജയിലിൽ നിന്ന് കൊണ്ടുപോയ കൊടിസുനിക്കാണ് മദ്യപാനത്തിന് അവസരമൊരുക്കിയത്. മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഗോവിന്ദചാമി ജയിൽ ചാട്ടം വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപ് കൊടിസുനിയുടെയും സംഘത്തിന്റെയും മദ്യപാനം കൂടി വന്നത് പോലീസിന് ആകെ നാണക്കേടായി. ഇതിനിടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് ജാമ്യത്തിലായിരുന്ന കൊടിസുനിയെ കണ്ണൂർ ജയിലിൽ തിരിച്ചെത്തിച്ചു. ആലപ്പുഴ നിർമ്മാണത്തിനിടയിൽ പാലത്തിന്റെ സ്പാൻ ഇളകി ആറ്റിൽ വീണ അപകടം, 1 മരണം. തൃക്കുന്നപ്പുഴ സ്വദേശി ബിനുവാണ് മരണം. ഒരാളെ കാണാതെയായി. 3 പേരായിരുന്നു വെള്ളത്തിൽ വീണത്. ഇതിൽ ഒരാളെ നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നു. കീച്ചേരിൽ കടവ് പാലമാണ് തകർന്നു വീണത്. അച്ചൻകോവിലാറ്റിൽ ചെട്ടിക്കുളങ്കര ചെന്നിത്തല പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് അപകടം. തൃക്കുന്നപ്പുഴ കിഴക്കേക്കര വടക് ബിനു ഭവനിൽ ബിനു 42, കല്ലുമല അക്ഷയഭവനിൽ ലാഘവ് കാർത്തിക് 24 എന്നിവരെയാണ് കാണാതെയായത്. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയെടുക്കുമെന്നും അതാണ് പിണറായി സർക്കാരിന്റെ പ്രത്യേകതയെന്നും CPM നേതാവ് P. ജയരാജൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടിസുനിക്ക് കോടതിയിൽ പോകവെ മദ്യപാനത്തിന് സൗകര്യമൊരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്ത നൽകിയതിന്റെ ഫലമായിട്ടല്ല ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. അത് സർക്കാർ ഇന്റലിജൻസ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ്. തടവിന്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കുമ്പോൾ പോലീസ് അകമ്പടിയുണ്ടാകും. അപ്പോൾ തെറ്റായ കാര്യം ചെയ്താൽ സ്വാഭാവികമായും നടപടിയുണ്ടാകും. പോലീസിന്റെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്. അല്ലാതെ ആരും പരാതി നൽകിയിട്ടല്ല. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല, ഈ വ്യക്തിക്ക് പരോൾ നിഷേധിക്കുകയും ചെയ്തു. അച്ചടക്കം ലംഘനം നടത്തിയാൽ കൊടിയുടെ നിറം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് സർക്കാർ തെളിയിക്കുന്നത്. ശിക്ഷിക്കപ്പെട്ടവർക്ക് പരോൾ നൽകുന്നതിന് കൃത്യമായ വ്യവസ്ഥയുണ്ട്. അതനുസരിച്ചാണ് പരോൾ നൽകുന്നത്. ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്താൽ അത് സർക്കാരിന്റെ തെറ്റാണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. TP വധക്കേസിൽ മറ്റൊരു പ്രതിക്ക് പരോൾ അനുവദിച്ചതിൽ അർഹതപ്പെട്ടവർക്ക് പരോൾ നിഷേധിക്കാനാവില്ലെന്നും ജയരാജൻ പറയുകയും ചെയ്തു.
അതിനിടെ TP വധക്കേസിൽ മറ്റൊരു പ്രതിക്കും കൂടി പരോൾ അനുവദിച്ചു. TK രജീഷിനാണ് 2 ദിവസം മുമ്പ് പരോൾ അനുവദിച്ചത്. എറണാകുളം വിട്ടു പോകരുതെന്ന വ്യവസ്ഥയിലാണ് പരോൾ. കൊടി സുനിയുടെ മദ്യപാനം വിവാദമായതോടെയാണ് പരോൾ അനുവദിച്ചത്.